കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുന്നവരാണ് കണ്ണൂരുകാർ. അവരുടെ കണ്ണ് തന്നെ ഒരു ഊരാണ്, അല്ലെങ്കിൽ ഈ ഊരിൻ്റെ കണ്ണാണ് ഓരോ കണ്ണൂരുകാരൻ. ഭാഷയിലെ തനിമ കൊണ്ടും മര്യാദ കൊണ്ടും മനുഷ്യസ്നേഹം കൊണ്ടും അചഞ്ചലമായ സ്ഥൈര്യം കൊണ്ടും കേരളത്തിലെ വേറൊരു രാഷ്ട്രീയ ഭൂഖണ്ഡമാണ് കണ്ണൂർ. ജീവിത വിശുദ്ധി കൊണ്ടും സാമൂഹ്യ ചിന്ത കൊണ്ടും സമഭാവന കൊണ്ടും രാഷ്ട്രീയത്തിൽ കണ്ണൂർ വേറൊരു രാഷ്ട്രമായി പോലും നമുക്ക് തോന്നും. അതുകൊണ്ട് കണ്ണൂരിൽ ഒരു തെരഞ്ഞെടുപ്പ് എന്നത് പുറത്തു കാണുന്നവർക്കാണ് ദുഷ്കരം, അകത്തുള്ളവർക്ക് അത് കണ്ണിൻ്റെ തെളിഞ്ഞ ഒരു തിരിച്ചറിവാണ്. ജനവിധി തേടി കണ്ണൂരിൻ്റെ രാഷ്ട്രീയ കോട്ടകളിലൂടെ യാത്ര ആരംഭിക്കുകയാണ്. പിണറായിയിലെ എന്തിനും പാറയുടെ കരുത്തും ദൃഢതയുമുണ്ട്. അത് പാറപ്രം എന്ന ഈ ചരിത്രഭൂമിയുടെ രാഷ്ട്രീയ ദൃഢതയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രം മാറ്റിയെഴുതിയ പാറപ്രം സമ്മേളനത്തിലൂടെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പരസ്യപ്രവർത്തനത്തിന്റെ വിളംബരം ഇവിടെ നടന്നു. കേരളം പിൽക്കാലത്ത് വലിയ ഞെട്ടലോടെയും അമ്പരപ്പോടെയും കേട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേരള ഘടകത്തിന്റെ പിറവിയായിരുന്നു അത്. പി കൃഷ്ണപിള്ളയും EMS-ഉം AKGയും MK കേളുവും AV കുഞ്ഞമ്പുവും സുബ്രഹ്മണ്യ ഷേണായിയും NE ബലറാമും ഉൾപ്പെടെ അന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുത്ത 40 പേരും ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ നേതാക്കൾക്ക് കാവൽ നിന്ന ഈ നാടിന്റെ കാവൽ ഭടന്മാരും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. പക്ഷെ ജീവിച്ചിരിപ്പുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. പാറപ്രത്തെ ആദ്യത്തെ ഈ സഖാക്കളെ ഓർക്കാതെ ഒരടി പോലും മുന്നോട്ട് വെക്കാത്ത പുതിയ പോരാളികളാണ് ഈ നാടിന്റെയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും കരുത്ത്. ഒരുപാട് ഓർമ്മകൾ ഉറങ്ങി നിൽക്കുന്ന ഒരു നാടാണ്. ആ ഓർമ്മകളൊക്കെ ഏതാണ്ട് ഇപ്പോൾ വളരെ കുറച്ച്, നിങ്ങളെപ്പോലുള്ള വളരെ കുറച്ച് ആളുകളിൽ മാത്രമാണ് ഈ ഓർമ്മകൾ നിൽക്കുന്നത്. അടുത്ത തലമുറകളിലാവുമ്പോൾ അതും നഷ്ടമാവും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു നമുക്ക് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തീർത്ഥാടന കേന്ദ്രം, അതൊരു നല്ല പ്രയോഗമല്ല, പക്ഷെ എന്നാലും അല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു തുടക്കം അല്ലേ ഇവിടെ നിന്നുള്ള ഒരു പന്തലിച്ചിട്ടാണ് അത് കേരളം ഒട്ടക്ക് പടർന്ന് പന്തലിച്ചത്. അത്തരം ഒരു വികാരമായിരിക്കും ഈ നാട്ടുകാർക്ക് അല്ലേ. ഇപ്പോൾ നമ്മളെ ഈ പുതിയ തലമുറക്ക് നമ്മളെ നാട്ടിനെ സംബന്ധിച്ച് ഏറ്റവും വേഗത്തിൽ മനസ്സിലാക്കാൻ പറ്റിയ ഒരു ചിത്രം വരച്ചിട്ടുണ്ട്. ആരാന്ന് പറഞ്ഞാൽ താഹ മാടായി പാർട്ടി പിറന്ന നാട്ടിൽ എന്ന് പറഞ്ഞിട്ടൊരു ചെറിയ പുസ്തകം 95 പേജിൽ ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ആ പുസ്തകത്തിൽ ആ പുസ്തകം നമ്മൾ ഇങ്ങനെ ഒന്ന് നോക്കുവാൻ വേണ്ടിയിട്ട് എടുത്താൽ ആ പുസ്തകം പിന്നെ തീർന്നു കഴിഞ്ഞാൽ അവിടെ വെക്കും. അത്ര ഒരു നീക്കമുള്ള പുസ്തകമാണ്. ആ പുസ്തകം വായിച്ചാൽ നമ്മളെ ഈ നാട്ടിലെ നമ്മുടെ അനുഭവമുള്ള ഒരാൾക്ക് ഈ നമ്മളെ കൂട്ടത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അത്രയും അത് ഒന്ന് മാത്രം മതി. എന്താ പറയാനുള്ളത്? ഞാനിതിപ്പോൾ പറഞ്ഞതിൻ്റെ ബാക്കി ഞാൻ പറയാൻ പോകുന്നത് പാർട്ടി 39 രൂപീകരിക്കുമ്പോൾ അതിൻ്റെ വളണ്ടർ സേന എന്ന് പറഞ്ഞൊരു പ്രത്യേക സേന തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ ഉള്ള ആളുകൾ ഉണ്ടായിരുന്നു. അതിൽ പെട്ടത് കൃഷ്ണൻ നായരുണ്ട്, പിന്നെ ഒരു അനന്തനുണ്ട്, മടപ്പുരയുണ്ട്, മടപ്പുര കുഞ്ഞിക്കണ്ണൻ അവര്, അങ്ങനെയുള്ള പല ആളുകളുണ്ട്. നമ്മളറിയപ്പെടാത്ത ആളുകൾ അന്നത്തെ വളണ്ടറുമായിട്ടുണ്ട്. അത് 90-90 ആളുകൾ അറിയപ്പെടാത്ത ചരിത്രമാണ്. അതെ, അത് ഞാൻ മനസ്സിലാക്കിയത് എൻ്റെ അകത്ത് വായിച്ചത് 10-90 ആളുകൾ ഉണ്ടായിട്ടുണ്ടെന്ന് സന്നദ്ധ സേനകളായിട്ട്. ഇത് വിശാലമായ കടൽ പോലെയുള്ള സ്ഥലമാണ് ഇത് വയൽ. അവിടെ വരുമ്പോൾ നമ്മൾ ആൾ വരുമ്പോൾ നമ്മളൊരു പക്ഷീനെ കാണുമ്പോൾ കാണും, അത്ര അകലമുണ്ട്. ഇവിടെ വന്ന് എത്തിപ്പെടാൻ മറ്റുള്ളവർക്ക് അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തിരഞ്ഞെടുത്തതായിരിക്കും ഈ സ്ഥലം. കാരണം ഇതിന് നേരെ അപ്പുറത്തല്ലേ നമ്മളെ EMS-നെ ഒളിപ്പിച്ചത്. അതാണ് ആ സുരക്ഷിത സ്ഥലമാണെന്നുള്ള കണക്കാ. അതുപോലെ തന്നെയാണ് ഇത്. അതായത് അവിടുന്ന് അങ്ങോട്ടേക്കാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഒരു പരസ്യ പ്രവർത്തനം തുടങ്ങുന്നത്. ചരിത്രത്തിലൊക്കെ 39 പാർട്ടി ഉപയോഗിച്ച് 40 പരസ്യമായിട്ട് വരുന്നത്. പോലീസ് സ്റ്റേഷന് പോസ്റ്റർ ഒട്ടിച്ചിട്ടില്ലേ തലശ്ശേരിയല്ലോ. പോസ്റ്റർ പ്രചരണം 40 തുടങ്ങി. 40 2 രക്തസാക്ഷികളുമായി. അതിനൊക്കെ ഒരു ചരിത്രം തുടിക്കുന്ന ഒരു മണ്ണാണിത്. അതെ അതെ അല്ലേ. ഒരുപക്ഷെ പൊതു രാഷ്ട്രീയം നോക്കുമ്പോൾ കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയ ചരിത്രം പറയുമ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൻ്റെ ഈ ഒരു സമീപ കാലങ്ങളൊക്കെ പറയുമ്പോൾ പിണറായിക്കാർക്ക് എന്താണ് തോന്നുന്നത്?
കണ്ണൂരിൻ്റെ ഒരു രാഷ്ട്രീയത്തെക്കുറിച്ച്, ഇപ്പോൾ നടക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടത്തെക്കുറിച്ചൊക്കെ? ഇടതുപക്ഷത്തിൻ്റെ നല്ലൊരു മുന്നേറ്റം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാൻ പോകുന്നത്. അതിനനുസരിച്ചുള്ള ഒരു ഫലപ്രഖ്യാപനം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാൻ പോകുന്നത്. ഇടതുപക്ഷത്തിന് വലിയ മുന്നേറ്റം ഉണ്ടാകുന്ന അതിനനുസരിച്ചുള്ള ഒരു റിസൾട്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിലും ഉണ്ടാവാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച് പിണറായിക്കാർക്കോ പാറപ്പുറക്കാർക്കോ യാതൊരു സംശയവുമില്ല. അപ്പോൾ എന്തായിരിക്കും ഈ ഒരു തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ശ്രീമതി ടീച്ചർക്ക്, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് ഒരു ഗുണമാവുക? സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞ 5 വർഷക്കാലം MP എന്ന നിലയിൽ നടത്തിയിട്ടുള്ള മികവാർന്ന പ്രവർത്തനത്തിൻ്റെ ഒരു അംഗീകാരം കൂടിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൻ്റെ റിസൾട്ട് എന്നുള്ളത് തന്നെയാണ് നമ്മളെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇപ്പോൾ കെ സുധാകരൻ അത്ര മോശക്കാരനായ സ്ഥാനാർത്ഥിയല്ല അല്ലേ? നല്ല ശക്തനായ സ്ഥാനാർത്ഥിയാണ്. കോൺഗ്രസ്സുകാരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു മുഖമാണ് അല്ലേ? അപ്പോൾ എത്രമാത്രമാണ് ഈ വെല്ലുവിളി? സുധാകരനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ കഴിഞ്ഞ തവണ MP ആയി പാർലമെൻറ്റിനകത്ത് പോയപ്പോൾ അങ്ങനെയുള്ളൊരു വികസന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് വേണ്ടിയോ നാടിൻ്റെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയോ ഒരു MP എന്ന രീതിയിലേക്കുള്ള ഒരു ഇടപെടലും നടത്തിയില്ല എന്നുള്ളത് മാത്രമല്ല, നമുക്ക് പാറപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് നമ്മുടെ നാടിൻ്റെ പിണറായിയുടെ പാറപ്പുറത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുമായിരുന്ന IHRD കോളേജ്, നിലവിൽ പിണറായിയിൽ പ്രവർത്തിച്ചു വരുന്ന IHRD കോളേജിന് ഇവിടെ ഒരു 9 ഏക്കറോളം സ്ഥലം എടുക്കുകയും ഒരു സ്വന്തം ബിൽഡിംഗ് നിർമ്മിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീരുമാനിച്ചാണ്. അതിൻ്റെ ശിലാസ്ഥാപന കർമ്മമൊക്കെ കഴിഞ്ഞാണ്. അതിനുശേഷം വന്ന UDF ഗവൺമെൻറ്, അന്നത്തെ വനം വകുപ്പ് മന്ത്രിയായിരുന്ന സുധാകരൻ അത് വനാവകാശ നിയമത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ സ്ഥലം വനാവകാശത്തിൽ ഉൾപ്പെടുത്തിയ നിലയിലേക്കുള്ള നിയമ ഭേദഗതി വരുത്തിക്കൊണ്ട് വനഭൂമിയാക്കി പ്രഖ്യാപിക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, നമ്മുടെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് വികസനത്തിന് തുരങ്കം വെക്കുന്ന, വികസനം നടത്തുന്നില്ല എന്ന് മാത്രമല്ല വികസനത്തിന് തുരങ്കം വെക്കുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വന്നത് എന്നാണ് സ്ഥാനാർത്ഥിയെ ജനങ്ങൾ തള്ളിപ്പറയും. പിണറായിയുടെ ഒരു ചരിത്രം ഞാൻ ചോദിക്കുന്നത്, പിണറായിയുടെ ഒരു ചരിത്രവും ഈ ഒരു പുതിയ തലമുറയൊക്കെ, പുതിയ തലമുറ പ്രധാനമാണല്ലോ, എങ്ങനെയാണ് ചിന്തിക്കുന്നത് രാഷ്ട്രീയമായിട്ട് ഈ തെരഞ്ഞെടുപ്പിൽ? രാഷ്ട്രീയപരമായി പറയുകയാണെന്ന് പറഞ്ഞാൽ ഇടതുപക്ഷ ചിന്താഗതിയിൽ കൂടിയാണ് പുതിയ ചെറുപ്പക്കാരും ജനങ്ങളും ചിന്തിക്കുന്നത്. വേറൊരു മാറ്റവും വരാൻ സാധ്യതയില്ല. പ്രത്യേകിച്ചിട്ട് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് വന്നപ്പോൾ കേരളം ഒട്ടുക്കും വികസന പ്രവർത്തനങ്ങളാണ്, ജനോപകാരപ്രദമായ ഭരണം കാഴ്ചവെച്ചുകൊണ്ട് അതിന് നട്ടിലൊരു മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിയും അതോടൊപ്പം നിൽക്കുന്ന മന്ത്രിമാരും വികസന കാഴ്ചപ്പാടോടുകൂടി കേരളത്തിന്റെ മുഖം തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനെ ആ രീതിയിൽ ജനങ്ങൾ ഇടതുപക്ഷത്തോടൊപ്പം ചിന്തിക്കുമ്പോൾ ജാതിമത വർഗീയതയെ എല്ലാം ഉണ്ടാക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ നോക്കുന്നത്. ഇക്കാര്യങ്ങളിൽ ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ MP ഇവിടെ കണ്ണൂരാണെങ്കിൽ ശ്രീമതി ടീച്ചർ നാട്ടിൻ്റെ എല്ലാ മേഖലയിലും വികസനം എത്തിച്ചിട്ടുണ്ട്. പാറപ്പുറം പ്രദേശം ഇങ്ങനെ ഈ പുഴ കൊണ്ട് ചുറ്റപ്പെട്ട പ്രദേശമാണ് അല്ലേ? അതെ, പുഴ കൊണ്ട് ഒരു ഭാഗം കരിയാണ്, 3 ഭാഗം ചുറ്റപ്പെട്ട പുഴയാണ്. ഈ 2 ഭൂമിക്ക് പ്രത്യേകം അപ്പുറത്ത് AK അല്ലേ, ഇപ്പൊ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യ ഘടകം അല്ലെ രൂപീകരിച്ച, അന്നത്തെ ഒരു നേതൃനിരകൾ മുഴുവൻ വന്ന് തമ്പടിച്ചിരുന്ന പ്രദേശം അല്ലേ? അപ്പൊ അങ്ങനെ ഉള്ളൊരു നാടാണ് കേരളം. കെട്ടിപ്പടുത്ത മനുഷ്യരാണ് ഈ 2 പുഴക്കര ഉണ്ടായത്. അങ്ങനെ ഒരു പ്രാധാന്യം ഉണ്ടല്ലേ? അതൊക്കെ ഇന്നത്തെ ഈ പുതിയ തലമുറക്കെല്ലാം ഓർമ്മയുണ്ടോ? അതൊക്കെ അറിയുന്നുണ്ടോ? എങ്ങനെയാണ്? കുറച്ച് തലമുറക്ക് അതിന്റെ ബോധമുണ്ട്, നല്ല ബോധമുണ്ട്, രാഷ്ട്രീയ ബോധം. നാടിന്റെ വികസനം എങ്ങനെയാ ചേട്ടാ? നിങ്ങൾ ഈ റോഡിലൂടെ എല്ലാം പോകുന്ന ആളല്ലേ? പൊതുവെ പാർട്ടി ഗ്രാമങ്ങളിലൊന്നും വികസനം എത്തുന്നില്ല എന്നൊക്കെ പറയുന്നത് ഈ കോൺഗ്രസ്സുകാരൊക്കെ. എന്താ ഇപ്പം 2-3 വർഷമായിട്ട് ഈ റോഡ് വികസിച്ച പോലെ എവിടെയും ഇപ്പം വികസിച്ചിട്ടില്ല. ഞാൻ സ്ഥിരമായിട്ടിരുന്നു കോഴിക്കോട് ജില്ലയിലും കണ്ണൂർ ജില്ലയിലും ഓടുന്നവരാണ്. അങ്ങേ ഭാഗം പോയി കഴിഞ്ഞാൽ കുണ്ടും കുയ്യായിട്ട് പോകാൻ പറ്റില്ല. ഇപ്പം നോക്കുമ്പോൾ ഒരു റോഡ് മോശമില്ല. അത് സത്യമായിട്ട് പറയുന്നത് ഞാൻ ഇതുകൊണ്ട് പറയുന്നില്ല, തെരഞ്ഞെടുപ്പായോണ്ട് പറയുന്നില്ല, എന്റെ വ്യക്തിപരമായ കാര്യം എല്ലാവരോടും പറയുന്ന കാര്യം ഇത് ഇവിടെ വെച്ചിട്ട്. അതായത് നമ്മുടെ പാറപ്പുറം പിണറായി റോഡിനെ നോക്കിയാൽ മതി. 3 റോഡ് പാസ്സായി ചെയ്യുന്നുണ്ട്, ഇപ്പഴും പണി തുടങ്ങി. അതുപോലെ തലശ്ശേരി എല്ലാ റോഡും കഴിഞ്ഞ് 2 റോഡുണ്ട് അടച്ചിട്ട് ഇപ്പം ചെയ്യുന്നുണ്ട്.
ബാക്കിയെല്ലാം പിന്നെ കോടിയേരി പോകുന്ന റോഡ് കുറച്ച് മോശമായിരുന്നു, അതും ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തലശ്ശേരിയിൽ ഒരു റോഡ് മോശം. അതുപോലെ എങ്ങോട്ട് വടകര പോയാലും ഞാൻ നാദാപുരം സ്ഥിരമായിട്ട് പോകുന്നവരാണ്. സ്ഥിരമായി പോകുന്ന വെച്ചാൽ കുണ്ടും കുഴി കൊണ്ട് ഓട്ടം നമുക്ക് ഓടാൻ കഴിയില്ല. മുല്ലപ്പള്ളിയോടുള്ള ദേഷ്യം കൊണ്ട് പറയുന്നതല്ല, അല്ല അല്ല അല്ല, സത്യസന്ധമായിട്ട് പറയുന്നത്. സത്യസന്ധമായി പറയുന്നതാണ്. മലയാളിക്ക് AKG ഒരു വികാരമാണ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരാതിരിക്കാൻ പ്രകാശഗോപുരം പോലുള്ള ഒരോർമ്മയാണ് നമുക്ക് AKG. കേരളം ഇന്ന് നിവർന്നു നിൽക്കുന്ന എല്ലാ ചരിത്രത്തിനു പിന്നിലും AKG എന്ന ത്രയക്ഷരിയുടെ കാൽപ്പാടുകൾ പതിഞ്ഞു കിടപ്പുണ്ട്. അതുകൊണ്ട് AKGയുടെ ജന്മനാട്ടിലേക്കുള്ള ഏതൊരു യാത്രയും മലയാളിക്ക് ഒരിക്കലും മറന്നുകൂടാത്ത തങ്ങളുടെ ചരിത്രത്തിലേക്കുള്ള തീർത്ഥയാത്രയാണ്. അതൊരു തെരഞ്ഞെടുപ്പ് കാലത്താകുമ്പോൾ പാർലമെന്റിൽ പടഹധ്വനിയായ ഒരു കേരളപുത്രന്റെ ജീവിതവും സന്ദേശവും പ്രചരിപ്പിക്കൽ കൂടിയാകണം ആ യാത്രയുടെ ലക്ഷ്യം. ഒരുപക്ഷെ പാർലമെന്റിലേക്ക് പോകുന്ന MP-മാർക്ക് AKGയുടെ തന്നെ ആത്മകഥയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലേ? നമ്മൾ ജനങ്ങളെ മറന്നുകൊണ്ട് ഇല്ല ഒരു പ്രവർത്തനം. അതായത് തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പാർലമെന്റിലും ഗവൺമെന്റ് സൗകര്യങ്ങളും കണ്ടിട്ട് അതിൽ ഭ്രമിച്ചു പോരുത്, നമ്മളെ മയങ്ങിപ്പോരുത്, ജനങ്ങളെ മറന്നു പോകരുത്. എല്ലാ കാലവും ജനങ്ങളുടെ കൂടെ നിൽക്കണം. AKG പാർലമെന്റ് എന്നുള്ള നിലയ്ക്ക് നല്ല മികച്ചൊരു പാർലമെന്ററിയായിരുന്നു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ വളരെ ശക്തമായിട്ട് തന്നെ പാർലമെന്റിൽ ഉന്നയിക്കും. അതുപോലെ ഈ രാജ്യത്തിലെ വീട് തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് പ്രമേയം പോലും പിന്നെ എഴുതി തയ്യാറാക്കി അവതരിപ്പിച്ച് അത് പാസ്സാക്കിയിട്ട് ആ വീട് തയ്യാറാക്കി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ ആളുകൾ ഇപ്പൊ നല്ല ഭക്ഷണം കഴിക്കുന്നത് ഇന്ത്യൻ കോഫി ഹൗസ് അതെല്ലാം പടുത്തുയർത്തിയതിന്റെ പ്രധാന കാരണം AKG തന്നെയാണ്. പിന്നെ കേരളത്തിൽ റേഷൻ സമ്പ്രദായം വരുന്നതിന് വേണ്ടി നെഹ്റുവിന്റെ മുമ്പിൽ പോയിട്ട് വളരെയധികം ശക്തി പിന്നെ അവിടെ വാദിച്ചിട്ട് അങ്ങനെ നേടിയെടുത്ത കേരളത്തിലെ ഈ റേഷൻ വ്യവസ്ഥ. പിന്നെ കർഷക തൊഴിലാളികൾ രംഗത്ത്, കാർഷിക രംഗത്ത് എല്ലാം വളരെ ശക്തമായ ഒരു ഇടപെടലും ആയിരുന്നു. ഇപ്പൊ AKGയെ കുറിച്ച് പറഞ്ഞാൽ തീരില്ല എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് AKGയുടെ വലിപ്പം അല്ലേ? അതിങ്ങനെ ഒരു കടൽ പോലെ പരന്നു കിടക്കുന്ന ഒരു അനുഭവ ലോകമാണ്, വേറൊരു മനുഷ്യനാണ് അല്ലേ? അപ്പോൾ അത്തരത്തിൽ പറഞ്ഞു തീരുമ്പോഴും എപ്പോഴും നിങ്ങളുടെ നാട്ടുകാരെന്ന രീതിയിൽ ഇപ്പോഴും പാർട്ടിയുടെ ഒക്കെ ഭാഗമായി നിൽക്കുന്ന ആളുകൾ എന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും അല്ലേ? എന്തൊക്കെയാണ് പെട്ടെന്ന് AKG എന്ന് പറയുമ്പോൾ നിങ്ങളുടെയൊക്കെ ഒരു മനസ്സിൽ വരുന്ന കാര്യങ്ങൾ? 78 അടിയന്തരാവസ്ഥക്ക് മുന്നേ, കുറച്ച് മുന്നേ ഒരു CRP കാർ പെർളശ്ശേരി പിന്നെ താണ്ഡവം നടത്തിന്. അടിയന്തരാവസ്ഥക്ക് ലേശം മുന്നേ. അപ്പൊ വീടി കമ്പനികളിലും കയറി. അപ്പൊ ഞാൻ ഉൾപ്പെടെ ജോലി ചെയ്യുന്ന കമ്പനിയിൽ കയറി വന്ന് നമ്മളെല്ലാം പിടിച്ചുകൊണ്ടുപോയി. അപ്പോൾ ജോലി ചെയ്യുന്ന തൊഴിലാളികളെല്ലാം അടച്ച് കൈക്കെല്ലാം മുറിവാറ്റി ചോരയെല്ലാം ഈ ചുമരുമെല്ലായി. അപ്പോൾ അത് AKG അറിഞ്ഞ് പെർളശ്ശേരി വന്ന് ഈ കമ്പനിയെല്ലാം സന്ദർശിച്ചിട്ട് പാർലമെന്റിൽ ഈ കാര്യം AKG അവതരിപ്പിച്ചു. ഇങ്ങനെ എൻ്റെ നാട്ടിൽ ഇങ്ങനെ കിരാത മർദ്ദനം നടത്തിയതെന്ന് പറഞ്ഞിട്ട്. അതൊക്കെ ഇവിടുത്തെ ഒരു തൊഴിലാളികളുടെ ഒരു ഓർമ്മയാണല്ലേ? അപ്പോൾ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി ശ്രീമതി ടീച്ചറാണ്, അപ്പുറത്ത് K. സുധാകരനുണ്ട്, BJPയുടെ സ്ഥാനാർത്ഥിയുണ്ട് അല്ലേ? ഒരു വലിയൊരു പോരാട്ടം നടക്കുമ്പോൾ AKGയുടെ നാട്ടുകാരുടെ മനസ്സിൽ വരുന്ന കാര്യങ്ങൾ എന്താണ്? വികാരപരമായി പെർളശ്ശേരിയിൽ നിന്ന് AKGയുടെ പ്രസ്ഥാനം ഏറ്റവും കൂടുതൽ വോട്ട് പിന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി ശ്രീമതി ടീച്ചർക്ക് നൽകുക എന്നത് തന്നെയാണ് ഞങ്ങളുടെ എല്ലാം ആഗ്രഹം. അതിലൊരു മാറ്റവും ഇല്ല, ഒരു കാലത്ത് ഉണ്ടാവും. അത്രയേറെ അടിയുറച്ച, അത്രയേറെ വേരാകുന്ന ഒരു നാടാണ്. അതെ അതെ. ചില സ്ഥലങ്ങളിലൊക്കെ പഴയ നേതാക്കൾ, ഇപ്പോൾ വലിയ നാടുകളിലൊക്കെ പഴയ നേതാക്കന്മാർ ഓർമ്മയിൽ ഉണ്ടാകും എന്നല്ലാതെ അതിനെ പിന്തുടരാറില്ല. അവരുടെ ഒരു ഓർമ്മ ചരിത്രത്തിന്റെ ഭാഗമായി നിൽക്കുമെന്നല്ലാതെ ഒരുപക്ഷെ പെർളശ്ശേരി വരുമ്പോൾ, പാറപ്പുറത്ത് നമ്മൾ എത്തുമ്പോൾ ആ നേതാക്കന്മാരുടെ വേര് അല്ലേ, അവിടെ ആ ഒരു അവരുടെ പ്രസ്ഥാനത്തിന്റെ വേര് അവിടെ ആഴത്തിൽ പതിഞ്ഞ് കിടപ്പുണ്ട്. ഈ രണ്ട് ഗ്രാമങ്ങളുടെ ഒരു പ്രത്യേകതയാണത്. രാഷ്ട്രീയ എതിരാളികൾക്ക് പോലും എതിർപ്പുണ്ടെങ്കിലും AKGയുടെ ശബ്ദത്തോട് ഒരു പ്രത്യേക പരിഗണനയുണ്ട്. ഇപ്പോൾ പെർളശ്ശേരിയിൽ ഞങ്ങൾ പഠിക്കുന്ന അവസരത്തിൽ പാർലമെന്റ് ഉദ്ഘാടനത്തിന് AKGയെ കൊണ്ടുവരണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെ AKGയെ പാർട്ടി നിശ്ചയിച്ചു.
ഇപ്പോൾ KSUക്കാർ അത് ഞങ്ങൾ കലക്കും എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ രീതിയിലുള്ള പ്രചരണങ്ങൾ സംഘടിപ്പിച്ചു. പക്ഷേ കോൺഗ്രസ് അനുകൂല അധ്യാപകർ ശക്തമായി അതിനെതിരായി നിന്നു. AKGയുടെ പരിപാടി നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിയത്തക്ക രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ എതിർ രാഷ്ട്രീയം ഉണ്ടായാലും AKGയോടുള്ള ഒരു ബഹുമാനവും സ്നേഹവും ഇവിടുത്തെ എതിർ പാർട്ടിക്കാർക്കുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. മുന്നേറ്റത്തിന് അരനൂറ്റാണ്ട് പൂർത്തിയാവും. ബീഡി വ്യവസായം ഇവിടെ ഏതാണ്ട് പുകഞ്ഞു തീർന്നു തുടങ്ങിയെങ്കിലും അത് കൊളുത്തിവിട്ട ചിന്താ വിപ്ലവത്തിൽ ഉരുകിത്തെളിഞ്ഞു വന്നതാണ് ഇവിടുത്തെ പുരോഗമന പ്രസ്ഥാനങ്ങളെല്ലാം. അത്രയേറെ ജീവിതബോധവും രാഷ്ട്രീയ ബോധവും വിജ്ഞാനബോധവും ഉയർത്തിപ്പിടിച്ച മറ്റൊരു തൊഴിലാളി സംഘവും കണ്ണൂരിലെ ബീഡി തൊഴിലാളികളെ പോലെ കേരളത്തിൽ വേറെയില്ല. കണ്ണൂർ ശരിക്കും ചുവന്നു തൊടുത്ത ചരിത്രത്തിന്റെ യഥാർത്ഥ സൃഷ്ടാക്കൾ ഇവിടുത്തെ ബീഡി തൊഴിലാളികളാണ്. ഇപ്പൊ ഒരു കാലത്ത് കണ്ണൂർ എന്ന് പറയുന്നത് ദിനേശ് ബീഡി വ്യവസായത്തിന്റെ ഒരു കേന്ദ്രമായിരുന്നു അല്ലേ? ചുരുങ്ങി വളരെ ആളുകളിലേക്ക് തന്നെ ചുരുങ്ങുകയാണ്. വളരെ ഏതാനും ആളുകളിലേക്ക് ഈ ഒരു ജോലിയും ചുരുങ്ങി അല്ലേ? നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇപ്പോഴും ഇതിനെ പിടിച്ചു നിൽക്കുന്നു. ഇതൊരു എനിക്ക് തോന്നുന്നത് വരുമാനത്തിലൊക്കെ ഇപ്പൊ വലിയ മാറ്റം വന്നു തോന്നുന്നല്ലേ? ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ചെറിയ മാറ്റം വന്നു. എങ്ങനെയാണ് ഇപ്പൊ ഇതിന്റെ വരുമാന രീതികൾ എങ്ങനെയൊക്കെയാണ്? എങ്ങനെയാണ് ഇത്? എത്ര ബീഡി കെട്ടിയാൽ എങ്ങനെയാണ് അതിന്റെ ഒരു കണക്ക്? ഇത് ഒരു ദിവസം 900 ബീഡി ധരിച്ചാൽ നമുക്ക് ഡി എ ഉണ്ട്. ഒരു ദിവസം ശരാശരി ഒരാൾ എത്ര ബീഡി തിരക്കും? ശരാശരി അത് നമ്മളെ സ്പീഡ് പോലെയാണ്. നിങ്ങളുടെ സ്പീഡ് പോലെ ഇരിക്കും. ഈ പണ്ടൊക്കെ ഈ രംഗത്ത് ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നില്ലേ? നിങ്ങളുടെയൊക്കെ ഓർമ്മയിൽ ഉണ്ടാവുമല്ലോ ഒരുപാട് പേര്. ഞാൻ വരുമ്പോ ഒരുപാട് ആളുകൾ. ഒരുപാട്. അന്ന് ഏതാണ്ട് എത്ര പേരുണ്ടായിട്ടുണ്ടാവും? നമ്മളന്നേരം ഇവിടെ 2 ബ്രാഞ്ച് ഉണ്ട്. അന്നേരം 100-400 ആളുണ്ട്. 400-ലധികം ആളുകൾ ആദ്യം ഉണ്ടായിരുന്നു ഇവിടെ. 2 ബ്രാഞ്ച് ഉണ്ട്. 2 ബ്രാഞ്ച്. അപ്പൊ അത്രയും ആളുകൾ ഉണ്ടായി. ഇപ്പൊ ഏതാണ്ട് എത്ര ഉണ്ടാവും? എനിക്ക് ഒരു 100-ൽ കുറവായി. 100ഒന്നുമില്ല, 60 എത്രയോ. 60. ഈ 2 ബ്രാഞ്ചിൽ ഇപ്പൊ 60 പേരേ ഉള്ളൂ. ദിനേശ് ബീഡി വ്യവസായ ഇതിന്റെ സ്ഥാപകര് അല്ലേ? ഇതിന്റെ ആദ്യകാലത്ത് കണ്ടിരുന്ന അതിന്റെ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിയോ എന്ന് അറിയില്ല. എന്തായാലും 50 വർഷം പൂർത്തിയാക്കി ദിനേശ് ബീഡി പ്രസ്ഥാനം. അതിന്റെ ഒരു ആഘോഷ പരിപാടികളിലേക്ക് ഇപ്പൊ പോവുകയാണ്. ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരികയാണ്. ദിനേശ് ബീഡി തൊഴിലാളികളുടെ വോട്ട് ആർക്കായിരിക്കും ചോദിക്കണ്ട അല്ലേ? വേണ്ട. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പിന്റെ ഒരു അന്തരീക്ഷത്തിൽ ദിനേശ് ബീഡി തൊഴിലാളികളുടെ ഒരു മൊത്തത്തിലുള്ള ഒരു ഈ നമ്മളെ ഇന്നുള്ള ഇടതുമുന്നണി ഗവൺമെൻറ് ദിനേശ് ബീഡി സ്ഥാപനത്തിന് വേണ്ടിയിട്ട് പല സഹായങ്ങളും അറിഞ്ഞുകൊണ്ട് ചെയ്തു തരുന്നുണ്ട്. അതുമായി അതിൻ്റെ പ്രതികരിച്ചിട്ടാണ് ശ്രീമതി ടീച്ചർ ഇന്ന് മത്സരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ശ്രീമതി ടീച്ചർക്ക് ദിനേശ് ബീഡി തൊഴിലാളികൾ എല്ലാ സഹായം ചെയ്തുകൊണ്ട് വോട്ട് ചെയ്യിപ്പിക്കണം. പുറത്തുള്ള ആൾക്കാരെ കൊണ്ടും കൂടി ചെയ്യിപ്പിക്കണമെന്നുള്ള അഭ്യർത്ഥന. ഇടതുപക്ഷം എന്നൊരു പക്ഷമല്ലാതെ ദിനേശ് ബീഡി തൊഴിലാളികൾക്ക് മറ്റൊരു പക്ഷത്തെ ചിന്തിക്കാനാവില്ല. ഒരു ജനതയുടെ ജീവിതത്തിന്റെ ഊടും പാവുമാണ് കൈത്തറി. കൈത്തറിയുടെ മാഞ്ചസ്റ്ററാണ് കണ്ണൂർ. അവഗണനയുടെ എത്ര മാറാലുകൾ കിട്ടിയാലും അതിജീവനത്തിന്റെ അത്ഭുതങ്ങൾ കാട്ടി തലയുയർത്തി നിൽക്കുന്നവരാണ് എന്നും കണ്ണൂരിലെ കൈത്തറി തൊഴിലാളി. തറിയുടെ താളം കണ്ണൂരിന്റെ ഹൃദയ താളമാണ്. അത് നിലച്ചാൽ നിലക്കുന്നത് കൈത്തറി തൊഴിലാളികളുടെ ജീവിതം മാത്രമാവില്ല. എനിക്ക് തോന്നുന്നു ചേട്ടന്റെ ഒരു പ്രായമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് നീണ്ട കാലമായിട്ടുണ്ടാവും അല്ലെ ഇതിന്റെ ഭാഗമായിട്ട്? അതെ. ഒരുപക്ഷെ ഒരു ജീവിതകാലം മുഴുവൻ തന്നെ, ഒരു നീണ്ട ജീവിതം തന്നെ ഈ കൈത്തറിയുടെ ഭാഗമായിട്ടാണ്. ഈ പഴയ ഈ രംഗത്തെ ഒരു കാലവും ഇപ്പോഴത്തെ കാലവും ഇതിനെ കുറിച്ച് താരതമ്യപ്പെടുത്താൻ ചേട്ടന് കുറച്ചുകൂടി പറ്റും എല്ലാവരെയും. പണ്ടത്തെ കാലത്ത് കുറച്ച് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള രംഗം തന്നെയാണ് കൈത്തറി. എന്നും ബുദ്ധിമുട്ട് ഭാഗമാണ്. അതെ. പക്ഷേ ഈ പുതിയ സർക്കാർ വന്നപ്പോൾ, പിണറായി വിജയന്റെ സർക്കാർ വന്നപ്പോൾ കൈത്തറിയെ ഒരു പുരോഗതിയിലേക്ക്, കൈത്തറി തൊഴിലാളികൾക്ക് ഗുണകരമായ ഒരു പ്രവർത്തനമാണ് കാഴ്ചവെച്ചത്. പക്ഷെ അവരുടെ ഉദ്ദേശശുദ്ധി ഏറ്റവും നല്ലതാണ്. പക്ഷേ നമുക്ക് സാമ്പത്തികമായി ഈ വരുമാനം കൃത്യമായി കിട്ടാതെ ഒരു പ്രശ്നമേ ഉള്ളൂ. അതൊരു പ്രതിസന്ധിയായി. ഇപ്പൊ നിങ്ങളുടെ എനിക്ക് തോന്നുന്നു നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ കണ്ടിട്ടുള്ള വരവാണ് അല്ലേ? അതിന്റെ തൊപ്പിയൊക്കെ കിട്ടിയിട്ടുണ്ട് അല്ലേ?
അപ്പൊ സ്ഥാനാർത്ഥിയോട് നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞിട്ടില്ലേ? ഇവിടെ വന്നിട്ടും പറഞ്ഞിട്ടുണ്ട്, എല്ലാം ശരിയാക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ഈ ഒരു പ്രതിസന്ധിയിലൊക്കെ നിൽക്കുമ്പോഴും നിങ്ങളുടെ ഒരു ഇടതുപക്ഷ ബോധം രാഷ്ട്രീയ ബോധം ഒക്കെ ഒന്നാണല്ലേ? അതൊരിക്കലും മാറൂല. അത് മാറൂല. രക്തത്തിൽ കലർന്നതാണ്. അതും കൂലിയും തമ്മിൽ ബന്ധമൊന്നുമില്ല അല്ലേ? അത് ഈ നിങ്ങളുടെ ഒരു രക്തമാണ് അല്ലേ? അതിൽ മാറ്റമില്ല. പക്ഷേ എന്നാലും ഈ ഒരു പ്രശ്നങ്ങളൊന്നും പറയാൻ നിങ്ങൾക്ക് മടിയുമില്ല അല്ലേ? ഇവിടെയും നിങ്ങൾ തൊഴിലാളികൾ എന്ന രീതിയിൽ നിങ്ങളുടെ ഒരു ആവശ്യവും അവകാശവും ഒക്കെ പറയാനും തയ്യാറാണ്. ഇപ്പൊ ഇവിടെയുള്ള പലരും അല്ല, അവരെയൊക്കെ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്നതും മറ്റുമൊക്കെ ഈ ഒരു തൊഴിൽ കൊണ്ടായിരിക്കും അല്ലേ? ആ രീതിയിൽ എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്? നിങ്ങൾക്കൊക്കെ മക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്? വീട്ടിൽ രണ്ടുപേര് ജോലിയുള്ളതുകൊണ്ടാണ് പിടിച്ചു നിൽക്കുന്നത്. ശരിക്കും പട്ടിണിയായി പോകും. ഇപ്പൊ തൊഴിലാളികൾ പഴയ നിലയിൽ നിന്നും മാറി. കാരണം പഴയ ആനുകൂല്യങ്ങളുടെ ഒരു സ്വഭാവമല്ല. ആനുകൂല്യങ്ങൾ മാറി അല്ലേ? അതിന് കൂലി മാറി അല്ലേ? ജോലിയുടെ സ്വഭാവമൊക്കെ മാറി. അപ്പം അങ്ങനെയൊക്കെ മാറുമ്പോൾ ഇപ്പോഴത്തെ തൊഴിലാളികളുടെ തൊട്ടു മുന്നേ പറഞ്ഞവരൊക്കെ ഈ കൂലി കിട്ടാനുള്ള ഒരു വൈകൽ, പണിയെടുത്താൽ കൃത്യമായൊരു കൂലി കിട്ടുന്നില്ല അവർക്ക് എന്നുള്ള ഒരു പരാതികൾ കേൾക്കുന്നത്. എനിക്കൊന്ന് സെക്രട്ടറി എന്ന രീതിയിൽ നിങ്ങൾക്കൊരു മറുപടി ഉണ്ടാവണം. അതിന് മറുപടി ഉണ്ട്. എന്തായാലും അത് നമ്മുടെ പൊതുവിൽ കൈത്തറി മേഖല ഈ LDF സർക്കാർ, പിണറായി വിജയൻ്റെ സർക്കാർ അധികാരത്തിൽ വന്ന ഇത് പിന്നെ വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കാരണം വെച്ചാൽ പണിയില്ലാതെ ഒരു തൊഴിലാളിക്കും പണിയില്ലാത്ത സാഹചര്യം യൂണിഫോം തുണികളൊക്കെ ഇവിടെ എത്തുന്നതൊക്കെ തന്നെ ഇതിന്റെ ഒരു ഭാഗമാണ്. കഴിഞ്ഞ കാലങ്ങളിൽ കൃത്യമായി ചലിക്കുന്നത് തന്നെ സർക്കാരിന്റെ ഇച്ഛാശക്തിയായ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മേഖല ഉണ്ടായിട്ടുള്ളത്. അത് ചില പ്രശ്നങ്ങൾ ഒരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന്റെ ഭാഗമായി ചില പ്രയാസങ്ങൾ ഉണ്ടാവും. അതിപ്പോൾ അടുത്ത കാലത്താണ് ഉണ്ടായിട്ടുള്ളത്. പ്രശ്നം കേരളത്തിലെ പ്രളയത്തിന് ശേഷം അതിനുശേഷം അതുവരെ കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും കൃത്യമായ റൂട്ടിൽ വന്നതാണ്. അപ്പോൾ അതിനുശേഷം തൊഴിലാളികളെക്കാളും ബുദ്ധിമുട്ട് സ്ഥാപനത്തിനുണ്ട്. സ്ഥാപനം എന്നാലും തൊഴിലാളികളെ ബുദ്ധിമുട്ടിക്കാതെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പ്രയാസമുണ്ട്. അതെന്തായാലും തൊട്ടടുത്ത ദിവസങ്ങൾ മാറി വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കോട്ട പിടിച്ചടക്കുക എന്നാൽ കണ്ണൂർ കോട്ട പിടിച്ചടക്കുക എന്ന അർത്ഥം കൂടിയുണ്ട് കേരളത്തിന്റെ രാഷ്ട്രീയ നിഘണ്ടുവിൽ. കണ്ണൂർ കോട്ട പിടിച്ചടക്കിയാൽ പിന്നെ മറ്റു കോട്ടകളെല്ലാം നിസ്സാരമാണ്. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും ശക്തമായ കോട്ടയിൽ ആര് വാഴും ആര് വീഴുമെന്നത് ഒരു ചോദ്യമേ അല്ല. പക്ഷേ തെരഞ്ഞെടുപ്പ് ജനവിധിയും ഒരു രാഷ്ട്രീയ പോരാട്ടവുമായതുകൊണ്ട് നമുക്കെല്ലാം കാത്തിരുന്ന് കാണാം. ഇനി അടുത്ത ദിവസം അടുത്ത ഒരു മണ്ഡലത്തിൽ വെച്ച് കാണാം. കാത്തിരിക്കുക. ശുഭയാത്ര.